നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നോർവേക്ക് ബ്രസീലിനെതിരെ ജയിക്കാൻ വളരെ ചെറിയ ചാൻസേ ഉള്ളൂ എന്ന് ഹാലൻഡ് അവരുടെ കഴിഞ്ഞ കളിക്ക് ശേഷം പറഞ്ഞിരുന്നല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ അവൻ വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരാളാണ്. അവൻ പറയുന്ന അങ്ങനെ നോക്കണ്ട, അതങ്ങ് വിശ്വസിക്കണ്ട. അവൻ ചെയ്ത പണി എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു പണി തരികയാണ്. അവരുടെ ടീമിൻ്റെ മേലെയുള്ള എല്ലാ സമ്മർദ്ദവും അവൻ എടുത്തൊഴിവാക്കി സമ്മർദ്ദം മുഴുവൻ ഞങ്ങളുടെ തലയിലേക്ക് ഇട്ടു. അതാണിപ്പോൾ ഹാലൻഡ് ആ പ്രസ്താവനയിലൂടെ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു ബ്രൂണോ ഗുയിമാരസ്. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഹാലൻഡ് പറഞ്ഞല്ലോ ബ്രസീലിനെതിരെ നോർവേക്ക് വളരെ ചെറിയ സാധ്യതയേ ഉള്ളൂ എന്ന്. അപ്പോൾ എന്തു പറയുന്നു ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അവൻ വളരെ തന്ത്രശാലിയായിട്ടുള്ള ആളാണ്. ഹീസ് വെരി സ്ലൈ. അവൻ്റേതായിട്ടുള്ള രീതിയിൽ വളരെ തന്ത്രശാലിയായിട്ടുള്ളൊരു മനുഷ്യനാണ് ഹാലൻഡ്. അവൻ പറയുന്നത് അങ്ങനെ അങ്ങ് എടുക്കണ്ട. അവൻ ഇപ്പോൾ ചെയ്തത് എന്താ, അവരുടെ ടീമിൻ്റെ മേലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ സമ്മർദ്ദങ്ങളും എടുത്തങ്ങ് മാറ്റിയിട്ട് പുടിറ്റ്സോണാസ് ഞങ്ങളുടെ തലയിലിട്ടു. അപ്പോൾ സമ്മർദ്ദം മുഴുവൻ ഞങ്ങളെ തലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു പണിയാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഞാൻ വളരെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഇത്തരത്തിൽ ആളുകൾ എന്തു പറയുന്നു എന്ത് ചെയ്യുന്നു അതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാറില്ല, ശ്രദ്ധ കൊടുക്കാറില്ല. ഫുട്ബോൾ എന്ന് പറയുന്നത് ഇങ്ങനെ വാക്കുകൾ കൊണ്ടൊന്നും തീരുമാനിക്കേണ്ടല്ലോ, അത് കളിക്കളത്തിൽ തീരുമാനിക്കേണ്ട ഒന്നല്ലേ. സോ ഇതൊരു നല്ല മത്സരമായിരിക്കും, ഒരു ഹാർഡ് ഫോട്ട്, അങ്ങനെയുള്ള നല്ല രൂപത്തിൽ ഫൈറ്റ് നടക്കുന്ന ഒരു മത്സരമായിരിക്കും. പിന്നെ ഹാലൻഡ് അവൻ വളരെ കുറുക്കനാണ്, തന്ത്രശാലിയാണ്. പ്രഷർ മുഴുവൻ അവരുടെ നേരത്ത് മാറ്റി അങ്ങനെ കണ്ടാൽ മതി. ഏതായാലും ഞങ്ങൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വേണം കളിക്കളത്തിൽ ഇറങ്ങാൻ എന്നുകൂടി ബ്രൂണോ ഗുയിമാരസ് പറഞ്ഞു. അതാണ് അതിൻ്റെ ശരി. ഹാലൻഡിൻ്റെ ഈ വാക്കുകളുണ്ടല്ലോ, ഹാലൻഡ് ഫ്രാൻസിനെതിരെ നോർവേ കളിക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്, ഞങ്ങൾക്കെതിരെ ഫ്രാൻസ് ജയിക്കും, ഫ്രാൻസ് വേണമെങ്കിൽ വേൾഡ് കപ്പും ജയിക്കും എന്നാ പറഞ്ഞത്. ഫ്രാൻസിൻ്റെ മേലൊരു വമ്പൻ സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ കളിയിൽ ഹാലൻഡ് അന്ന് കളിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ബ്രസീലിൻ്റെ തലയിലേക്ക് സമ്മർദ്ദം വിടുന്നു. ഞങ്ങൾ അത്ര വലിയ സാധ്യതയൊന്നുമില്ല, ചെറിയ ടീമാ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ബ്രസീലിനായി എല്ലാ സാധ്യതയും, ബ്രസീലിനായി ജയിക്കണം എന്നുള്ളൊരു അവസ്ഥയും പ്രഷറും ഒക്കെ. ദാറ്റ്സ് ഹാലൻഡ്. അതാണ് ഹാലൻഡ് ചെയ്തത്, അതാണ് ഹാലൻഡ് ഉദ്ദേശിക്കുന്നത്. വല്ലാത്തൊരു കുറുക്കൻ തന്നെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.